Welcome to FreeTube Learner. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് 21-ലെ അഡീഷണൽ പ്രോബ്ലംസ് 1 and 2 ആണ് സോൾവ് ചെയ്തത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓൺവേർഡ്സ് സോൾവ് ചെയ്യുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. The fifth term of an arithmetic sequence is 38 and the ninth term is 66. What is its 25th term? അതായത് x5 എന്ന് പറയുന്നത് 38ഉം x9 എന്ന് പറയുന്നത് 66ഉം ആണെങ്കിൽ x25 എത്രയാണ് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും രണ്ട് ടേംസ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കാണാൻ നോക്കും. കോമൺ ഡിഫറൻസ് കാണുന്നത് ഇവിടെ x9ഉം x5ഉം ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x9 മൈനസ് x5 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. ഇതാണ് രണ്ട് ടേംസും കോമൺ ഡിഫറൻസും അതിൻ്റെ പൊസിഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ 4 ആണ് കോമൺ ഡിഫറൻസ്. അതായത് 28 ബൈ 4 വിച്ച് ഈസ് 7. നമുക്ക് ഇവിടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ nth ടേം കാണാനായിട്ട് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് nth ടേം കാണാം. പക്ഷേ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ഇല്ല, പകരം ഫിഫ്ത്ത് ടേം ഉണ്ട്, 9th ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടേം വെച്ചിട്ട് nth ടേം കാണാനായിട്ട് ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് ഫിഫ്ത്ത് ടേം ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ n മൈനസ് 1ന് പകരം 5 എന്ന് എഴുതിയിട്ട് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈ ഫോർമുല വെച്ച് നമുക്ക് ഫിഫ്ത്ത് ടേം യൂസ് ചെയ്ത് nth ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 25th ടേം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ x25 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം എന്താണ് 38 പ്ലസ് n എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്. 25 മൈനസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7 ആണ്. ദാറ്റ് ഈസ് 38 പ്ലസ് 20 ഇൻറ്റു 7. 25 മൈനസ് 5 20 ആണ്. 20 ഇൻറ്റു 7 എന്ന് പറയുന്നത് 140 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 178 ആണ് 25th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് ലഭിച്ചു. Fourth question is 101 a term of the arithmetic sequence 13, 24, 35, etc. What about 1001? So, ഇവിടെ arithmetic sequence എന്ന് പറയുന്നത് 13, 24, 35 ഇതാണ് arithmetic sequence. ഈ സീക്വൻസിൽ 101 എന്ന് പറയുന്ന നമ്പർ ഒരു ടേം ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ ഒരു ടേം ആണോ തന്നിരിക്കുന്ന നമ്പർ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ നമ്പറിൽ നിന്നും ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യണം. അത് മൈനസ് ചെയ്ത ശേഷം കിട്ടുന്ന വാല്യൂ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഇതിലെ ഒരു ടേം ആയിരിക്കും. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ടേം ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ടേം ആയിരിക്കില്ല. സോ നമുക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാം. ആദ്യം നമുക്കതിനു വേണ്ടി കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 24 മൈനസ് 13 ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. സോ ഇനി നമുക്ക് 101ൽ നിന്നും ഫസ്റ്റ് ടേം ആയ 13 മൈനസ് ചെയ്യണം. സോ 101 മൈനസ് 13 എന്ന് പറയുന്നത് 88 ആണ്. 88 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ നോക്കും? 101 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതായത് 1001ഉം ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1001ൽ നിന്നും ഫസ്റ്റ് ടേമായ 13 മൈനസ് ചെയ്യാം. കിട്ടുന്ന വാല്യൂ 988 ആണ്.
988 കോമൺ ഡിഫറൻസ് 11 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ 1001 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ ടേം അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ച ശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. How many 3-digit numbers are there which leave a remainder 3 on division by 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന എത്ര 3-digit നമ്പേഴ്സ് ആണുള്ളത് എന്നാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ആദ്യം 3-digit നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ലോവസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ ഹയസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ഇനി ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന 3-digit നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. റിമൈൻഡർ നമുക്ക് 3 കിട്ടണം. സോ ഇവിടെ 1 ടൈംസ് 10ൽ 7, റിമൈൻഡർ 3 30, 4 ടൈംസ് 28, റിമൈൻഡർ ഇവിടെ നമുക്ക് 2 ആണ് ലഭിക്കുന്നത്. സോ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് കാണേണ്ടത് റിമൈൻഡർ 3 കിട്ടുന്ന നമ്പേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ 100ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിമൈൻഡർ 3 കിട്ടും അല്ലേ. സോ അതായത് ഫസ്റ്റ് 3-digit നമ്പർ 101 ആണ് അല്ലേ. ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന ആദ്യത്തെ 3-digit നമ്പർ 101 ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് 999നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ 3 കിട്ടുമോ എന്ന് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ 7 2 ആണ്. അതുപോലെ 9, 4 ടൈംസ് 28, 1 19, 2 ടൈംസ് 14. റിമൈൻഡർ ഇവിടെ നമുക്ക് 5 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് റിമൈൻഡർ 3 അല്ലേ വേണ്ടത്. സോ ഇതിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ 3 അല്ലേ കിട്ടത്തുള്ളൂ. സോ 999ൽ നിന്നും 2 കുറയ്ക്കുന്നതാണ് നമ്മുടെ ലാർജസ്റ്റ് 3-digit നമ്പർ വിച്ച് gives a remainder 3 on division by 7. സോ 101നും 997നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7 ആൻഡ് ഗീവ്സ് എ റിമൈൻഡർ 3 എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. 7 ആണ് കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി. കാരണം 7 ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ 2 നമ്പേഴ്സ് തന്നിട്ട്, അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ 2 ടേംസ് നൽകിയിട്ട് അതിനിടയ്ക്ക് എത്ര ടേംസ് ഉണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് നമുക്കറിയണം. അതുകൂടാണ്ട് അതിനൊരു ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ 997നും 101 ആണുള്ളത്. സോ 997ൽ നിന്നും 101 കുറച്ച ശേഷം ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ് 7 ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ +1 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് 997 - 101 ഡിവൈഡഡ് ബൈ 7, അതായത് 128 എന്ന് ലഭിക്കും. +1 വിച്ച് ഈസ് ഈക്വൽ ടു 129 ടേംസ് ആണ് 997നും 101നും ഇടയ്ക്കുള്ള നമ്പേഴ്സ്. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന 3-digit നമ്പേഴ്സ് 129 എണ്ണമാണ് ഉള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ഞാൻ മറ്റൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് എഴുതുന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ 2, 4, 6, 8, 10 ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് 10 വരെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2നും 10നും ഇടയ്ക്ക് എത്ര ടേംസ് ഉണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ നമ്മൾ 10 - 2, അതായത് 2 ടേംസ് ഉണ്ട് 10ഉം 2ഉം. അപ്പോൾ ഈ 2 ടേംസ് ഞാൻ ഇവിടെ കുറച്ചു, അതായത് 10ൽ നിന്ന് 2 കുറച്ചു, എന്നിട്ട്
ഡിവൈഡഡ് ബൈ ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ 2 ചെയ്തു പ്ലസ് 1. അതായത് 10 മൈനസ് 2 എന്ന് പറയുന്നത് 8 ആണ്. 8/2 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 1 ആണ് ചെയ്യേണ്ടത്. അതായത് 4 പ്ലസ് 1 ഈക്വൽസ് ടു 5. ഇവിടെ 5 ടേംസ് അല്ലേ ഉള്ളത്. 1 2 3 4 5 അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഏതെങ്കിലും 2 ടേംസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേംസ് തന്നിട്ടുണ്ട് എങ്കിൽ അത് തൊട്ട് ഇതുവരെ എത്ര ടേംസ് ഉണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. Question number 6. Fill up the empty cells of the given square such that the numbers in the each row and column form arithmetic sequences. ഇവിടെ നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. 4 റോയും 4 കോളംസുമാണ് ഉള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റോ വൈസും കോളം വൈസും നോക്കുമ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്ന രീതിയിൽ ഇതിൽ ഓരോ സെൽസും നമ്പേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഇത് ഫസ്റ്റ് ടേം, ഇത് ഫോർത്ത് ടേം. ഇവിടെ ആണെങ്കിലും ഇത് ഫസ്റ്റ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫസ്റ്റ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫസ്റ്റ് ടേം, ഇത് ഫോർത്ത് ടേം. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 ടേം ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല അറിയാമല്ലോ. കോമൺ ഡിഫറൻസ് ജനറലി ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ x4ഉം x1ഉം വെച്ചുള്ള കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുലയാണ് എഴുതുന്നത്. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x4 മൈനസ് x1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആണ്, ഫോർത്ത് ടേം 4 ആണ്. അപ്പം ഫസ്റ്റ് റോയുടെ കേസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ആണ്. ദാറ്റ് ഈസ് 3/3 ഈക്വൽസ് ടു 1. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റോയിൽ കോമൺ ഡിഫറൻസ് 1 ആണ് ലഭിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. 2 പ്ലസ് 1 3 ആണ് നെക്സ്റ്റ് ടേം. 3 പ്ലസ് 1 4 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റോ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് കോളം ഒന്ന് നോക്കാം. ഫസ്റ്റ് കോളം നോക്കുമ്പോൾ 7 ആണ് ഫോർത്ത് ടേം, 1 ആണ് ഫസ്റ്റ് ടേം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 വിച്ച് ഈസ് 2. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 2 ആണ് കിട്ടി അല്ലേ. അതായത് 1 പ്ലസ് 2 ആണ് സെക്കൻഡ് ടേം. അതായത് 3 നമുക്ക് സെക്കൻഡ് ടേം എന്ന് കിട്ടും. 3 പ്ലസ് 2 5 ആണ് തേർഡ് ടേം. 5 പ്ലസ് 2 7 ആണ്. സോ അങ്ങനെ നമുക്ക് ഫസ്റ്റ് കോളവും ഫില്ല് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് ഫോർത്ത് റോ എന്ന് നോക്കാം. ഫോർത്ത് റോയിൽ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം 7ഉം ഫോർത്ത് ടേം 28ഉം ആണ്. അപ്പോൾ നമ്മൾ ഫോർത്ത് റോയിലെ കോമൺ ഡിഫറൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ദാറ്റ് ഈസ് 28 മൈനസ് 7 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് 21/3 വിച്ച് ഈസ് ഈക്വൽ ടു 7 ആണ് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതായത് 7 പ്ലസ് 7 എന്ന് പറയുന്നത് 14 ആണ് സെക്കൻഡ് ടേം. ഇനി 14 പ്ലസ് 7 എന്ന് പറയുന്നത് 21 ആണ് തേർഡ് ടേം. 21 പ്ലസ് 7 28 ആണ്. അങ്ങനെ നമുക്ക് ഫോർത്ത് റോയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫോർത്ത് കോളം കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോർത്ത് കോളം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടേം 4ഉം ഫോർത്ത് ടേം 28ഉം ആണ്. അപ്പോൾ അതായത് 28 മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 ആണ്. 28 മൈനസ് 4 ഈസ് 24/3 വിച്ച് ഈസ് ഈക്വൽ ടു 8 ആണ് ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 4 പ്ലസ് 8 എന്ന് പറയുന്നത് 12 ആണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. 12 പ്ലസ് 8 എന്ന് പറയുന്നത് 20 ആണ് തേർഡ് ടേം. 20 പ്ലസ് 8 ആണ് 28. ഇനി നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ സെൽസും ഫില്ലാവും അല്ലേ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ടേമിൻ്റെ
കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ്? ഇവിടെ ഫസ്റ്റ് ടേം 3ഉം ഫോർത്ത് ടേം 12ഉം ആണ്. അപ്പോൾ 12 മൈനസ് 3/3 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അതായത് സെക്കൻഡ് റോയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 മൈനസ് 3/3 ആണ്. ദാറ്റ് ഈസ് 9/3 വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 + 3 എന്ന് പറയുന്നത് 6 ആണ് സെക്കൻഡ് ടേം. 6 + 3 9 ആണ് തേർഡ് ടേം. 9 + 3 ആണ് 12. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തേർഡ് റോയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. തേർഡ് റോയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് ഫസ്റ്റ് ടേം, ഫോർത്ത് ടേം 20 ആണ്. സോ ഇറ്റ് ഈസ് 20 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3. അതായത് 15/3 ഈസ് ഈക്വൽ ടു 5 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ 5 + 5 എന്ന് പറയുന്നത് 10, 10 + 5 15, 15 + 5 ആണ് 20. അങ്ങനെ നമ്മൾ ഓരോ സെൽസും ഫില്ല് ചെയ്തു അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1, 4, 28, 7ൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കിതുപോലെ ഫില്ല് ചെയ്യാൻ സാധിക്കുമെന്ന്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 7th question ആണ്. In the table below, some arithmetic sequences are given with 2 numbers against each. Check whether each belongs to the sequence or not. ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസും അതിന് അഗെയിൻസ്റ്റ് 2 നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പേഴ്സ് ഈ ഒരു സീക്വൻസിൻ്റെ ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേം ആണോ ഒരു നമ്പർ എന്നറിയാനായിട്ട് ആ നമ്പറിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ച ശേഷം നമ്മൾ അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അത് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേം ആയിരിക്കും. ഇനി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേം ആയിരിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ട ശേഷം നമ്മൾ ഈ ഒരു നമ്പറിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കും. കുറച്ച ശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് നോക്കാം. ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 22 മൈനസ് 11 ആണ്. അതായത് 11 ആണ് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. സോ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് 123 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കാം. അതായത് 123 മൈനസ് 11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 112 എന്ന് കിട്ടും. ഈ 112 11ൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? ഇവിടെ നമുക്കറിയാം 112 ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 അല്ലേ? സോ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ടേം അല്ല എന്ന് പറയാം. അതുപോലെ നമുക്ക് 132ൽ നിന്നും ഫസ്റ്റ് ടേം 11 നമുക്ക് കുറയ്ക്കാം. 132 മൈനസ് 11 we will get 121. 121 കോമൺ ഡിഫറൻസ് ആയ 11ന് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? യെസ്, 121 ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലേ? കാരണം 11 × 11 ആണ് 121. സോ വി ക്യാൻ സേ യെസ് ഇറ്റ് ഈസ് എ ടേം എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 12, 23, 34 ആണ് സീക്വൻസ്. ഇതിൽ 100ഉം 1000ഉം ടേംസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 23 മൈനസ് 12 ആണ് കോമൺ ഡിഫറൻസ്. അഗെയിൻ ഇവിടെ നമുക്ക് 11 ആണ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് 100ൽ നിന്ന് ഫസ്റ്റ് ടേം ആയ 12 ആണ് കുറയ്ക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കോമൺ ഡിഫറൻസ് കുറച്ച് കളയരുത്. ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ 11 കൊണ്ടാണ് കുറച്ചത് ഫസ്റ്റ് ടേം കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 100ൽ നിന്ന് 12 ആണ് കുറയ്ക്കേണ്ടത്. സോ 100 മൈനസ് 12 എന്ന് പറയുന്നത് നമുക്ക് 88 എന്ന് കിട്ടും. 88 കോമൺ ഡിഫറൻസ് ആയ 11ന് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ ഡിവിസിബിൾ ആയതുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, അതുപോലെ ഇനി 1000ൽ നിന്നും ഫസ്റ്റ് ടേം 12 കുറയ്ക്കണം. So we will get 988. 988 11ൽ completely divisible അല്ല. So we can say it's not a
term of this sequence. Next sequence 21, 32, 43 ആണ്. ഇവിടെ 100ഉം 1000ഉം ടേംസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കാണാം. 32 മൈനസ് 21 എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് കോമൺ ഡിഫറൻസ് 11 എന്ന് ലഭിച്ചു. ഇനി നമുക്ക് 100ൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. സോ 100 മൈനസ് 21 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. We will get 79. 79 കോമൺ ഡിഫറൻസ് ആയ 11 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? നമുക്കറിയാം 79 എന്ന് പറയുന്നത് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ടേം. അതായത് 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് പെർട്ടിക്കുലർ സീക്വൻസ്. ഇനി അതുപോലെ നമുക്ക് 1000ൽ നിന്നും 21 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 979 എന്ന് കിട്ടും. 979 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ വിച്ച് മീൻസ് 1000 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറയാം അല്ലേ? നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 1/4, 1/2, 3/4 എക്സെട്ര ആണ്. ഇതിൽ 3ഉം 4ഉം ഇതിൻ്റെ ഒരു ടേംസ് ആണോ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. 1/2 മൈനസ് 1/4 എന്ന് പറയുന്നത് 1/4 ആണ് ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ലഭിക്കുന്നത്. ഇനി നമുക്ക് 3ൽ നിന്നും ഫസ്റ്റ് ടേം ആയ 1/4 കുറയ്ക്കാം. അപ്പോൾ 3 മൈനസ് 1/4. 3 മൈനസ് 1/4 എന്ന് പറയുന്നത് 4 × 3 12, 12 മൈനസ് 1/4 അതായത് 11/4 എന്ന് ലഭിച്ചു. ഈ 11/4 1/4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 11നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി സാധിക്കും അല്ലേ? സോ വി ക്യാൻ സേ ദിസ്, അതായത് 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ ഒരു ടേം ആണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സിമിലർലി നമുക്ക് 4ൽ നിന്നും ഫസ്റ്റ് ടേം ആയ 1/4 കുറയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് 4 × 4 16 മൈനസ് 1 അതായത് 15/4 എന്ന് ലഭിക്കും. 15/4 1/4 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. 15 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? യെസ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു ടേം ആണ്. സോ 3ഉം 4ഉം ഈ സീക്വൻസിന്റെ ഒരു ടേം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 3/4, 1 and 1/2, 2 and 1/4 എക്സെട്ര ആണ്. ഇതിന്റെ ടേം ആണോ 3ഉം 4ഉം എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷനിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ നോർമൽ ഫ്രാക്ഷൻ രൂപത്തിലാക്കാം. അപ്പോൾ ഇത് 3/4, അതുപോലെ ഇതെന്ന് പറയുന്നത് 2 × 1 2 + 1 അതായത് 3/2 എന്ന് ലഭിച്ചു. ആൻഡ് ദിസ് ഈസ് 4 × 2 8 + 1 9/4. സോ 3/4, 3/2, 9/4 ഇങ്ങനെയാണ് നമുക്ക് ടേംസ് ലഭിച്ചത്. ഇതിൽ ഒരു ടേം ആണോ 3ഉം 4ഉം എന്ന് നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3/2 മൈനസ് 3/4 ആണ്. അതായത് നമുക്ക് കോമൺ ഡിഫറൻസ് ഇവിടെ 3/4 എന്ന് ലഭിക്കും. ഇനി ഞാൻ 3ൽ നിന്നും ഫസ്റ്റ് ടേം ആയ 3/4 മൈനസ് ചെയ്യുകയാണ്. 3 മൈനസ് 3/4, 4 × 3 12, 12 മൈനസ് 3/4 അതായത് 9/4 എന്ന് ലഭിച്ചു. ഈ 9/4 3/4 ആയ കോമൺ ഡിഫറൻസ് ആയ 3/4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? ഡിനോമിനേറ്റർ സെയിം ആണ്. 9ൽ 3 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ കംപ്ലീറ്റ്ലി? ഡെഫിനറ്റ്ലി യെസ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാനൊക്കും? ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ വി ക്യാൻ സേ 3 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിന്റെ ടേം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സിമിലർലി നമുക്ക് 4ൽ നിന്നും ഫസ്റ്റ് ടേം ആയ 3/4 കുറയ്ക്കാം. 4 മൈനസ് 3/4 16 മൈനസ് 3/4 ആണ്. ദാറ്റ് ഈസ് 13/4. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതായത് കോമൺ ഡിഫറൻസ് 3/4ൻ്റെയും 13/4ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്.
പക്ഷേ 13/3 നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ട് കിട്ടത്തില്ല. സോ വിച്ച് മീൻസ് 4 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിന്റെ ടേം അല്ല. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ പേജ് 21 ആൻഡ് 22 അഡീഷണൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആൾജിബ്ര ഓഫ് അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം.